ഇല്ല. മറ്റൊരാൾക്ക് വരുമാനം കാണിച്ചു കൊടുക്കാൻ പറ്റോ? അതുമില്ല. ജീവിത ചെലവ് ചുരുക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ള മേഖലയില് ഇല്ല. പക്ഷെ മറ്റൊരാളെ ജീവിത ചെലവ് ചുരുക്കി കാണിച്ചു കൊടുക്കാൻ പറ്റോ? അതും പറ്റില്ല. പക്ഷെ ഇത് നാലും കൂടി കിട്ടുന്ന ഒരു ജോലി സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആളുകൾ മുതൽ കൂലിപ്പണിക്കാരും പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ ചോദിച്ചിട്ട് ഇതിനൊരു ഉത്തരം ഒരാള് കൈ ഉയർത്തി പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് പറയാൻ സാധിക്കും, ഇന്ന് ആർസിമിനെ മനസ്സിലാക്കിയ ആളുകൾക്ക് പറയാൻ സാധിക്കും, ഇത് നാലും കൂടി ഒരു കുടക്കീഴിൽ കിട്ടുന്ന സംവിധാനത്തിന്റെ പേരാണ് RCM, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. അപ്പോൾ അതുകൊണ്ട് RCMിലൂടെ നമുക്ക് എങ്ങനെ നേട്ടം. അപ്പോൾ എന്തിനാ RCM ചെയ്യണം? ചിലപ്പോൾ ഇത് നാലും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കുന്ന ആളുകൾ, പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിക്കായിട്ടുണ്ടാവും. നല്ലൊരു വരുമാന മാർഗമായിരിക്കും ചിലർ ചിന്തിക്കുന്നത്. ചിലർക്ക് നല്ല വരുമാനം ഉണ്ടായിരിക്കും, അവർക്ക് ആരോഗ്യസ്ഥിതി ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഞാൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാൻ വക്കീലാണ്, എൻ്റെ മക്കൾക്ക് ഡോക്ടർ വക്കീൽ ജോലി മേടിച്ചു കൊടുക്കാൻ നമ്മൾ കൊണ്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വരുമാനവും നമ്മൾ മേടിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ മക്കൾക്ക് അത് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ പെങ്ങളെ മക്കൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല, അയൽക്കാരന് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന വരുമാനം അതിൻ്റെ അപ്പുറത്ത് മേടിച്ചു കൊടുക്കാൻ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ഒരു നന്മ വാരി വിതറാൻ നിങ്ങൾ തയ്യാറാണോ? വാരി വിതറാൻ തയ്യാറാണോ? പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണോ? കാണിച്ചു കൊടുക്കാൻ തയ്യാറാണോ? മനസ്സിലാക്കാൻ തയ്യാറാണോ? സന്തോഷിക്കാൻ തയ്യാറാണോ? അതുകൊണ്ട് RCM ഈക്വൽ ടു ചേഞ്ച്. RCM ഈക്വൽ ടു ചേഞ്ച്. അതായത് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് RCM. മാറണമെന്ന്, പക്ഷെ മാറാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യില്ല. ചില ആളുകൾ എന്താണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കരുതി ഈ പ്രവർത്തനം ചെയ്യാതെ മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റില്ല. ശരിയാണോ? ഈ കൂട്ടത്തിൽ തന്നെ ഇത് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ ഇയാൾക്ക് മനസ്സിലായതായിരിക്കും ചില ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്നത്, അല്ലെ? അവൾക്ക് പറ്റി, എനിക്ക് പറ്റില്ല. ചില ആളുകളുണ്ട് ഇവിടെ നിന്ന് ഉഷാറായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കും, പോകും, അയലക്കാരെ നീ എവിടേക്കടി പോയേ? ആര് കുറെ ആൾക്ക് വെക്കായിരിക്കുന്നുണ്ട് നിങ്ങൾ വലിയ ചെല്ലണ നിനക്കല്ലാണ്ട് വേറെ പരിപാടി. ആ പെട്രോൾ പമ്പിൽ ഒഴിവുണ്ടായിരുന്നല്ലോ, ആ തുണിക്കടയിൽ ഒഴിവുണ്ടായിരുന്നല്ലോ, നിനക്ക് ആ ജോലിക്ക് പോയല്ലേ 3000, 5000, 6000 രൂപ കിട്ടും. പക്ഷെ ഇവിടെ സാറെന്താ പറഞ്ഞ 500 മുതൽ 50 ലക്ഷം വരെ മാസം ഇൻകം മേടിക്കുന്ന പദ്ധതി കേൾക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചേമ്പുന്നാള് വാരി വാടിക്കൊഴഞ്ഞ് ഇരുന്നാൽ പോരാ, ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കണം. കാരണം ഈ പദ്ധതിയാണ് പറയാൻ പോകുന്നത്. പദ്ധതി വിശദമായിട്ട് പറയാനുള്ള സമയമില്ല. അതിരിക്കുന്ന സുന്ദരൻ സാറ് ഇന്ന് സ്റ്റാർ ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട്. സ്റ്റാർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വന്നൊരു മനസ്സിലില്ല, ഒരു 75,000 1 ലക്ഷത്തിനുള്ളിൽ വരുമാനം മേടിക്കുന്ന ആളാണ്, ഒരു ഓട്ടോറിക്ഷ സീറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു മരപ്പണി, ഒരു വെൽഡിങ്, ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരിക്കുന്ന ആള്, ഓട്ടോറിക്ഷ സീറ്റ് അടിക്കുന്ന ആളുകൾ, ഗൾഫ് റിട്ടേണുള്ള ഫിറോസ് സാറ് റോയൽ ടീച്ചറായിട്ടിരിക്കുന്നു, കൃഷ്ണമാരുതി സ്റ്റാർ പ്ലാറ്റിനായിട്ടിരിക്കുന്നു എന്ന് വേണ്ട. ഇതേപോലെ ഒരു ലേഡി ബിജു സാറിന്റെ പെങ്ങള് വിനിത മാഡം സ്റ്റാർ പ്ലാറ്റിന അച്ചീവറായിട്ട് 19,000 വരുമാനം മേടിക്കുന്നു. ഇരിഞ്ഞാലെ കൊണ്ട് നല്ലൊരു ഷോപ്പ് നടത്തുന്നു. ഇവരെ പടിപടിയായിട്ട് കാണാം. ഞാൻ ഇനി പോകും, ചിലർ പോവാൻ നിൽക്കുന്ന ആളുകളുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞത്. അപ്പൊക്കോ നീ വിളിക്കാം. എന്താ കാരണം? ഈ പുലിമുരുകൻ സിനിമയിൽ ഡാഡിഗിരിജ ഒരു വരവുണ്ട് ഫസ്റ്റിന്. ഈ പഹയൻ ഏതാന്ന് അറിയാനാ സിനിമ കഴിഞ്ഞ വരെ മലയാളം എഴുതുന്നത്. ക്ലിയർ ആയാ? അങ്ങനെ ഒരു ചെറിയ ഡാഡിഗിരിജാനെ ഇങ്ങോട്ട് വിളിച്ചു മാത്രം, ഏത് സുന്ദരൻ സാർ. ക്ലിയർ ആയ? അതുകൊണ്ട് എങ്ങനെ ഈ സീറ്റ് അടിക്കുന്ന ആളും, ഓട്ടോ ഓടിക്കുന്ന ആളും, മരപ്പണി ചെയ്യുന്ന ആളും, വെൽഡിംഗ് വർക്ക്ഷോപ്പിലുള്ള ആളും എന്ന് വേണ്ട, ഇന്ന് ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള സകല ആളുകളും ഇന്ന് എന്തിനു പറയുന്നു, ഇന്ന് റണ്ണർ അച്ചീവറായുള്ള മാറ്റത്തിന് തയ്യാറുള്ള ആൾക്കാണ് RCM. മാറ്റത്തിന് തയ്യാറുള്ള സകല ആളുകളും ഒരു കീസ് കൊണ്ട് കൈയിടി. ഇനിയാണ് പറയാൻ പോകുന്നത്, ഉൽപ്പന്നങ്ങളെ നമ്മൾ ഉപയോഗിച്ചു, അല്ലെ? ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാ വരുമാനം കിട്ടാന്ന്, ഇപ്പൊ മല്ലും മുളക് ഉപയോഗിച്ചിട്ട് എങ്ങനെ വരുമാനം കിട്ടുന്നു. അതുകൊണ്ട് ആദ്യം നമുക്ക് മനസ്സിലാവേണ്ടത് ഉൽപ്പന്നങ്ങളുടെ സവിശേഷത നമ്മൾ അറിഞ്ഞു, ഇത് ഉപയോഗിച്ചാൽ എങ്ങനെ വരുമാനം നേട്ടമുണ്ടാവും. ആദ്യം സെൽഫ് യൂസ്, വീട്ടിലേക്ക്
സാധനങ്ങൾ ഉപയോഗിച്ചാൽ വരുമാനം. ഇന്നിവിടെ നമ്മുടെ ആത്മസുഹൃത്ത് സുമേഷ് സാറ്, സുമേഷ് അല്ലേ പേര്, ഞാൻ പുറത്ത് നിൽക്കുന്നപ്പോൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ സൗണ്ടായിട്ട് വന്നതാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്, ഇതാണ് ഭൂരിഭാഗം ആളുകൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് സമയമില്ല, എന്നും സൗണ്ടിന്റെ പരിപാടിയാണ്, അതുകൊണ്ട് എനിക്കിത് പറ്റില്ല. ഇപ്പൊ ലൈവായിട്ട് ഇപ്പൊ കുറച്ച് സമയം മുന്നേ പറഞ്ഞതാ, ആണോ സാറേ? അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ, ഒന്ന് ആലോചിക്കാം, എൻ്റെ വൈഫിനോട് കൂടി ഒന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞ ഒരാള് ഒരു മിനിറ്റിന്റെ സംസാരത്തില് പറ്റുന്ന ഇദ്ദേഹത്തിന് എങ്ങനെ തോന്നി? അതാണ് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ഇദ്ദേഹം ഇപ്പൊ സുമേഷ് സാറിന്റെ ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകൾ ചിന്തിക്കണം. നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, സുമേഷ് സാറ് പല്ല് തേക്കാറുണ്ട് ഇല്ലേ? സുമേഷ് സാറ് കുളിക്കാറുണ്ട്. സുമേഷ് സാറിന്റെ വീട്ടിലേക്ക് മുളകും മല്ലും എന്താണ് സകല സാധനവും മേടിക്കാറുണ്ട്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഡ്രസ്സും അദ്ദേഹം എവിടെ ഈ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്, അല്ലേ? അദ്ദേഹം സൗണ്ടിന്റെ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് ഇതൊക്കെ മേടിക്കാനും ഉപയോഗിക്കാനും സമയം കിട്ടിയോ? സമയം കിട്ടിയോ? നിങ്ങൾ പറയൂ. സമയം കിട്ടി. നിങ്ങൾ ഇവിടെ ഓരോരുത്തർക്കും സമയം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആർസിമിലൂടെ വരുമാന മാർഗം കിട്ടാനായിട്ട്, ആർസിമിലൂടെ നേട്ടം ആഗ്രഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതിലൂടെ ഈ നേട്ടങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പടി ചെയ്യേണ്ടത് നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമില്ലാതെ, നമ്മുടെ വരുമാനത്തിനൊരു തടസ്സമില്ലാതെ തന്നെ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ ആർക്കാണോ താല്പര്യമുള്ളത് അവർക്കുള്ളതാണ് RCM. അതിനെന്ത് ചെയ്താൽ മതി? ആദ്യത്തെ പടി പേസ്റ്റ് മാറ്റാ, സോപ്പ് മാറ്റാ, ചന്ദനത്തിന് മാറ്റാ, ആട്ടപ്പൊടി മാറ്റാ. RCM എന്ന ബ്രാൻഡിൽ എന്താണോ കിട്ടുന്നത് അത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തയ്യാറുള്ള ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവൾക്ക് പറ്റും, മറ്റൊന്ന് പറ്റും, മറ്റൊന്ന് പറ്റും. ഉപ്പും മല്ലും മുളക് ഉപയോഗിക്കാത്ത ഏതെങ്കിലും കുടുംബക്കാർ ഈ കൂട്ടത്തിലുണ്ടാ? ഉണ്ടാ? ഇനി വരുന്ന കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരാൻ പോകുന്നു. ഭീതിയാണ് പല ആൾക്കും. ഡ്രൈവർ ഇല്ലാത്ത കാറ് വരുന്നു, ഭീതിയാണ് പല ആളുകൾക്കും. പല ആളുകളുടെ ബാങ്ക് ജീവനക്കാരെ ജോലി പോയി, ATM വന്നപ്പോ ഭീതിയാണ്. പല സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ഭീതിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയ ആ സാധനം പല്ല് തേക്കണ കുളിക്കേണ്ടി വരുമോ? ജട്ടിയും ഇതൊക്കെ ഇടേണ്ടി വരുമോ? ഇല്ല. അപ്പൊ എന്ത് ആർട്ടിഫിഷ്യൽ വന്നാലും, എന്ത് യന്ത്ര മനുഷ്യൻ വന്നാലും, മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം RCM ബിസിനസ് നടക്കും. RCMിലൂടെ ഇന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ വിജയിക്കുമെന്നുള്ള തെളിവാണ് സുഹൃത്തുക്കളെ. ഒരു പക്ഷെ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം, പക്ഷെ RCM ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും അവന്റെ വരുമാന മാർഗം കുറയില്ല. കാരണം മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പല്ലും തേക്കണം, കുളിക്കണം, നിത്യവ്യ സാധനങ്ങൾ. RCM നിത്യവ്യ സാധനങ്ങളാണോ? ആണോ? അപ്പോൾ ഈ ഒരു ബിസിനസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പരസ്യം കണ്ട് മോഹൻലാൽ പറഞ്ഞു കണ്ണന്താവ് നാളെ ചായ കുടിച്ചാൽ മലനിരകൾ ഉയരം കൂടുതലും എന്താണ്? നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. ഉണ്ടാവോ? ആർക്ക് നേട്ടം ഉണ്ടാവും? മോഹൻലാൽ നേട്ടം ഉണ്ടാവും. സച്ചിൻ തെണ്ടുൽക്കർ പറയുന്നു ബൂസ്റ്റ് കഴിച്ചാൽ ഇതേപോലെ സിക്സർ അടിക്കാം. പിള്ളേരെ അടിക്കുന്നു, നോക്കിക്ക, ബൂസ്റ്റും കൊടുത്തിട്ട് അടിക്കുവോ? അപ്പോൾ ഇവിടെ പരസ്യവാചകങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. ഇവിടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാവാം? നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. അത് ഒന്നാമത്തെ ഘട്ടമാണ് വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. എങ്ങനെയാണ് വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നേട്ടം ഉണ്ടാക്കുക? നമുക്ക് നോക്കാം. മാർക്കറ്റിൽ ഇന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഞാൻ 2-3 ഉൽപ്പന്നത്തിലെ വില വ്യത്യാസം പറയുള്ളൂ, അത് കൂട്ടി പറയാം. RCM അല്ലെ? ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഉൽപ്പന്നങ്ങൾ, അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, എന്താണ് RCM? ഒരു ആട്ട അല്ലെ? മാർക്കറ്റില് ഇന്നൊരു ആട്ട, ഏറ്റവും പരസ്യമുള്ള ആട്ട മേടിക്കുമ്പോൾ 365 അല്ലെ? അതിന്റെ പേര് ഞാൻ പറയണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാം. ഏറ്റവും പരസ്യം കാണിക്കുന്ന ഏറ്റവും നല്ല ആട്ട എന്ന് പറയുന്നത്, ആ ഒരു പരസ്യം കാണിക്കുന്ന ആട്ട 5 കിലോന് 365 രൂപ കൊടുക്കുമ്പോൾ ഇവിടെയോ? ഇവിടെ RCMിലെ ആട്ടയുടെ വില എത്രയാ? 331 ആണോ? വില വ്യത്യാസം ഉണ്ടോ നോക്കണം. 5 കിലോ
ആർസിഎമ്മിന്റെ ആട്ട ഉപയോഗിച്ച് ചപ്പാത്തി ഉണ്ടാക്കി തിന്ന എത്ര പേരുണ്ട്? ഏതെങ്കിലും ഒരു വ്യക്തി ഉറക്കം പറയൂ, ആർസിഎം ഉൽപ്പന്നങ്ങളിലെ ആട്ട നല്ലതാണോ? ഒരാളോട് പറയാൻ പറഞ്ഞോളൂ, 25 ആൾ പറഞ്ഞു. എന്താ കാരണം? എല്ലാവരും ഉപയോഗിച്ച ആൾക്ക് റിസൾട്ടാണ്. അപ്പോൾ ഇതാണ് ആട്ട. ഒരു മാർക്കറ്റില് ഒരു 10 രൂപ കൊടുക്കാണ്ട് ചന്ദനത്തിരി ഇന്ന് കൊടുങ്ങല്ലൂർ പ്രദേശത്ത് മേടിച്ചേരാൻ പറ്റുമോ? 10 രൂപ മിനിമം, ഏത് ബ്രാൻഡായിക്കോട്ടെ. 10 രൂപ കൊടുക്കാണ്ട് മേടിച്ചേരാൻ പറ്റാവുന്ന സമയത്താണ് ഒരു അഗർബത്തി 10 രൂപ കൊടുക്കണം, ഒരു ചന്ദനത്തിരി ഒരു വീട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ. പക്ഷെ ആർസിഎമ്മിൽ 7 രൂപ. ഒരു 10 രൂപയ്ക്ക് കിട്ടുന്ന ചന്ദനത്തിരിക്ക് പകരം ആർസിഎമ്മിൽ ചന്ദനത്തിരി, അടിപൊളി ചന്ദനത്തിരി മേടിക്കുമ്പോൾ 3 രൂപ വില കുറവിന് 7 രൂപയ്ക്ക് ചന്ദനത്തിരി. കുളിക്കുന്ന സോപ്പ്, ഗ്രേഡ് 1 സോപ്പ്, ഗ്രേഡ് 1 സോപ്പ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പിയേഴ്സ്, ഡോവ് പോലുള്ള സോപ്പുകള് 100 ഗ്രാമിന് 70 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ വെറും 50 രൂപയ്ക്ക് ഇന്ന് പിറന്ന വീണ കുട്ടീനെ വരെ കുളിപ്പിക്കാൻ പറ്റാവുന്ന ഗ്രേഡ് 1 സോപ്പ്. അനേകം സോപ്പുകൾ ഇഷ്ടം പോലെ. അതിന് ഒരു സോപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പല്ലിക്കുളിപ്പ് മോണപ്പഴുപ്പായിട്ട് ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ അല്ലെ എന്താണ് ഒരു പേസ്റ്റിന്റെ പേര് പറയും. ഏത് പേസ്റ്റാ? സെൻസോഡിയം പേസ്റ്റ്. എത്രയാണ്? 100 ഗ്രാം സെൻസോഡിയം പേസ്റ്റ്. ഒരു പേസ്റ്റ് 100 ഗ്രാമിന് 220 രൂപ 100 ഗ്രാമിന് കൊടുക്കേണ്ടി വരുമ്പോൾ പല്ലിപ്പുളിപ്പ്, മോണപ്പഴുപ്പ്, വായനാറ്റം ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആർസിഎമ്മില് ഒരു പേസ്റ്റ് കിട്ടുന്നുണ്ട്. ആ പേസ്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം. അതും 100% ഇന്ത്യൻ ആയിട്ടുള്ള ഈ പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ വെറും 70 രൂപ. ഇനി ഒരു ഹെർബൽ പേസ്റ്റ് എടുത്തോ. ഒരു ഹെർബൽ പേസ്റ്റ് നമുക്ക് മാർക്കറ്റില് ഒരു കോൾഗേറ്റിന്റെ ഹെർബൽ പേസ്റ്റിന് 84 രൂപ കൊടുക്കുമ്പോൾ ഇവിടെ 60 രൂപയ്ക്ക് ഹെർബൽ പേസ്റ്റ്. ഒരു ഡിഷ് വാഷ് ലിക്വിഡ് എടുത്തോ. ഒരു ഡിഷ് വാഷ് ലിക്വിഡിന് മാർക്കറ്റിൽ 475 മില്ലി ഉണ്ടാവുള്ളൂ. ഇവിടെ 500 മില്ലി കൃത്യമായിട്ടുണ്ട്. 500 മില്ലി ഡിഷ് വാഷ് ലിക്വിഡ് നമ്മൾ പ്രില്ലെക്സോ ഇതൊക്കെ മേടിക്കുമ്പോൾ 140 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 125 രൂപയ്ക്ക് ഡിഷ് വാഷ് ലിക്വിഡ്. ഒരു ഹെർബൽ ഷാമ്പു മാർക്കറ്റില്, ഒരു ഹെർബൽ ഷാമ്പു നമ്മൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഹെർബൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നമുക്ക് 138 രൂപ ദീദി ഷാമ്പുവിനൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ വെറും 80 രൂപയ്ക്ക് ഇവിടെ അടിപൊളി ഹെർബൽ ഷാമ്പു. ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളല്ല ഈ കൂട്ടത്തിലിരിക്കുന്നത്. അധികമൊന്നും പറയുന്നില്ല. നോക്കൂ, ഒരു ഓയിലിന്റെ കാര്യം പറഞ്ഞു അല്ലെ, ഹെൽത്ത് കാർഡ് ഓയിലിന്റെ കാര്യം പറഞ്ഞു. പാചകെണ്ണയ്ക്കായിട്ട് നമ്മൾ പല ഓയിലും ഉപയോഗിക്കുന്നുണ്ട്. ഒരു വെളിച്ചെണ്ണ അല്ലെ, ഒരു ഓയില് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ മിനിമം ഇന്ന് നല്ലൊരു ബ്രാൻഡ് വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ എത്ര ആഴ്ച കൊടുക്കണം? ഒരു ലിറ്ററിന്റെ 150 തൊട്ട് 125 രൂപ കിട്ടുന്നുണ്ട്. വെളിച്ചെണ്ണയാണോ നോക്കണം. പക്ഷെ നല്ലൊരു ബ്രാൻഡ് വെളിച്ചെണ്ണ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എത്ര ആഴ്ച കൊടുക്കണം ഫിറോസാറ? ഒരു 300 രൂപയെങ്കിലും, അതിന് മേലെ വരുള്ളൂ. 300 രൂപ ഫിറോസാറ് പറഞ്ഞു. ഞാൻ ഇതാ എഴുതി 300 രൂപയെങ്കിലും കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ തവണയ്ക്ക് ഇപ്പൊ എത്ര വില? 238 രൂപ. ആലോചിച്ച് നോക്കൂ. 6 ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്നതിന് ഒരു ദേശീയ അവാർഡും കൊടുക്കാൻ പറ്റില്ല. കാരണം പുകയുന്ന ഊഷ്മാവ് കൂടുതലാണ്, കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് തവിടെണ്ണ 6 ദേശീയ അവാർഡ് വിദേശത്തേക്ക് പോലും കയറ്റിയേക്കുന്നു. ഇത്രയും മതി അല്ലെ? ഒരു 1, 2, 3, 4, 5, 6, 7, 8 ഉൽപ്പന്നങ്ങൾ നമ്മളൊന്ന് ബ്രാൻഡ് ഒന്ന് മാറി. 5000-ൽ പരം പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ 8 ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ഒന്ന് മാറി ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് മാജിക്? എത്ര പൈസയാണ് പൈസ നമ്മൾ അറിയാതെ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും പോകുന്നത് നമുക്കൊന്ന് കണ്ണ് തുറന്ന് കാണണം. നോക്കാം ഇവിടെ എത്രയാണ് ട്രഡീഷണൽ മാർക്കറ്റിൽ ഇത് കൂട്ടി പറഞ്ഞു 1327. ആർസിഎമ്മിലോ ഇതേ കാര്യങ്ങൾ നടക്കാൻ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ പരസ്യക്കാരില്ല, ഇടനിലക്കാരില്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇത് ഉപയോഗിച്ച ആളുകളാണ് ഇതിന്റെ പരസ്യം പറയുന്നത്. ഇത് നമ്മുടെ അയലക്കാരോ വീട്ടുകാരോ ബന്ധുക്കാരോ കൂട്ടുകാരോ ആയിരിക്കും. അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെ അവരെ വീട്ടിൽ ഉപയോഗിച്ച് ഗുണം കിട്ടിയ ഉൽപ്പന്നം നിന്റെ വീട്ടിൽ ഉപയോഗിച്ചാലും നിനക്കും നിന്റെ കുടുംബത്തിനും ആ നേട്ടം കിട്ടും എന്ന് പറയുന്ന ആർസിഎമ്മിന്റെ ഈ ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കുമ്പോൾ കണ്ണ് തുറന്ന് കാണണം. എത്രയാണ് സാറേ? 961. എത്ര രൂപ വില വ്യത്യാസം? 366 രൂപ വില വ്യത്യാസം. ആലോചിച്ച് നോക്കാം. 300. അതുകൊണ്ടാണ് ആർക്കാണോ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നത്, ആർക്കാണോ ജീവിത ചെലവ് ചുരുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്, ആർക്കാണ് ആരോഗ്യം ആഗ്രഹിക്കുന്നത്, അവർക്ക് ചെയ്യേണ്ട ഒരേ ഒരു പ്രവർത്തനമാണ് ആർസിഎം ബിസിനസിന്റെ ആദ്യത്തെ ചവിട്ടുപടി ബ്രാൻഡ് ഒന്ന് മാറി ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ
ഉപയോഗിച്ചാൽ ആരോഗ്യം കിട്ടും, ജീവിത ചെലവ് ചുരുങ്ങും എന്നതിന്റെ തെളിവാണ് ഒരു 5-6 ഉൽപ്പന്നം നമ്മുടെ വീട്ടിലേക്കുള്ള ബ്രാൻഡ് എന്ന് മാറി ഉപയോഗിക്കുമ്പോൾ 366 രൂപയുടെ വില വ്യത്യാസം. ആർസിം നല്ലതാണോ ചീത്തയാണോ? നല്ലതാണെങ്കിൽ മാത്രം കൈയടിക്കും. എന്ത് ചെയ്തിട്ട് അതിൽ ആർസിമില് ഒന്നും ചെയ്തിട്ടില്ല, മാറി ബ്രാൻഡ് ഒന്ന് മാറി ഉപയോഗിച്ചു, ഇതല്ല ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഒരു ആർസിമിന്റെ ബ്രാൻഡ് മാറി ഉപയോഗിക്കുമ്പോൾ 366 രൂപ അല്ലെ? 366 രൂപ ഒരു കൂലിപ്പണിക്കാരന് എത്ര മണിക്കൂർ പണിയണം 366 രൂപ കിട്ടാനായിട്ട്? ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് എത്ര പണിയണം ആ ഒരു 366 കിട്ടുന്ന? തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾ എത്ര മണിക്കൂർ പണിയണം ഈ 366 കിട്ടാനായിട്ട്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ എന്ത് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നു? ബ്രാൻഡ് ഒന്ന് മാറി ആർസിമിന്റെ നന്മയുള്ള ഉൽപ്പന്നങ്ങള്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങള്, ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളെ ഒന്ന് മാറി അടുക്കളയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വില വ്യത്യാസത്തിന് അനുസരിച്ച് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ആർക്കാണ് ആർസിം വേണ്ടാത്തത്? ഒന്ന് ചിന്തിച്ചു നോക്കണം. ആർക്ക്? നമുക്കൊരു പക്ഷെ വേണ്ടെങ്കിലും നമ്മുടെ നാട്ടുകാർക്ക് ഇത് വേണം. നമ്മളൊന്ന് ആലോചിക്കണം, മനസ്സിലാക്കണം. നോക്കൂ, ഇതില് എത്ര പേരുണ്ട് ഇനി ആർസിമില് ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നു, ആർസിമില് ജോയിൻ ചെയ്തിട്ടില്ല? ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിക്കണമെങ്കിൽ ആരൊക്കെ ധൈര്യം നോക്കട്ടെ, കൈ ഉയർത്താൻ. ജോയിൻ ചെയ്യാത്ത ആളുകളാണ് ഈ കൈ ഉയർത്തിയിരിക്കുന്നത്. ഇവിടെ ഉണ്ട്. ഇനി ഇത് ജോയിൻ ചെയ്യാതെ നിങ്ങൾ സാധനങ്ങൾ മേടിക്കുമ്പോഴുള്ള വില വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ജോയിൻ ചെയ്യാതെ മേടിക്കുമ്പോൾ MRP റേറ്റ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി ജോയിൻ ചെയ്ത ആളുകൾക്ക് വീണ്ടും വില കുറച്ച് കിട്ടും. ഇത് പറയണം, അവരെ കൊണ്ടുവന്ന ആളുകൾ പറയും ഇത് പറയണം, അല്ലെങ്കിൽ അവര് വേറെ പറയണ കേൾക്കുന്ന വേറെ പറയുന്നത്. സുമേഷ് സാറും കേട്ടോ. അപ്പോ ഇത് ഒരു ഐഡിയ എടുത്ത്, ആർസിമിൽ ഒരു ഐഡിയ എടുത്ത് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ എത്ര രൂപയുടെ വില വ്യത്യാസം ഉണ്ട്, ലാഭം വല്ലതുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ദോഷമാണോ ഉള്ളത്. ഇനി ഈ ഐഡിയ എടുക്കണമെങ്കിൽ ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് കുടുംബം പണയപ്പെടുത്തുന്നതാണ് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത്. ചായമ്മയുടെ ഇതിൽ ഐഡിയ എടുത്തിട്ടുണ്ട്. വീട് എത്ര തുണ്ട് പറമ്പ് വെച്ചു? ഒന്നും വിട്ടില്ല. എന്ത് ചെയ്തു ഐഡിയ എടുക്കാൻ? പറഞ്ഞോ, വെറുതെ പറഞ്ഞാ മതി. ഒരു 2000 രൂപ വരെ ഉൽപ്പന്നങ്ങൾ പലചരക്കിൽ നിന്ന് മേടിക്കുന്നതിന് പകരം ആർസിമിന്റെ ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ ആർസിമിന്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വില കുറച്ച് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. ആർസിമിന്റെ ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ആർസിമിലൂടെ വരുമാനം കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. ആർസിമിലൂടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാനുള്ള അവസരമുണ്ട്. നമ്മൾക്ക് മാത്രമല്ല, അത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വരുമാനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങള് ആർസിമിലൂടെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു അവസരമുണ്ട്. ആർസിമില് എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഇതിലേക്ക് ഒന്ന് എൻട്രി ആവണം. എൻട്രി ആവാൻ ഇന്ന് വരെ ഈ 7 വർഷക്കാലത്തിനുള്ളിൽ ഞാൻ ഒരാളോടും റിക്വസ്റ്റ് ചെയ്തില്ല. എൻ്റെ ക്ലാസ് കേട്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇത് അവനവൻ തീരുമാനിക്കും. എൻട്രി ചെയ്താൽ എന്താണ് ഗുണം, അതാണ് ഞാൻ പറഞ്ഞു തരുള്ളൂ. നിങ്ങളോട് എൻട്രി ചെയ്യാൻ ഞാൻ പറയില്ല, നിങ്ങൾ തീരുമാനിക്കണം. ഇതെൻ്റെ കുടുംബത്തിന് ആവശ്യമുണ്ടോ, എനിക്ക് ആവശ്യമുണ്ടോ. നോക്കൂ, അങ്ങനെ ആർസിമിൽ ഒരു ഐഡിയ എടുക്കാൻ നമ്മൾ ഒരു 2000 പേരെ സാധനങ്ങൾ ഉപയോഗിക്കുകയും നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ എന്തൊക്കെയാണോ നമ്മൾ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, ആ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്താൽ കമ്പനിയുടെ ഒരു രജിസ്ട്രേഷൻ ID നമുക്ക് കിട്ടും. ആ ID ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏത് ഷോപ്പിൽ നിന്നും സാധനങ്ങൾ മേടിച്ചാൽ അവർക്ക് വീണ്ടും ഡിസ്കൗണ്ട് റേറ്റ് ആണ് കിട്ടുക. നോക്കിക്കോട്ടെ, എത്ര ഡിസ്കൗണ്ട് റേറ്റിനാണ് കിട്ടുക ID എടുത്ത ആൾക്ക്. എന്തിനാണ് പല ആളുകളും ഇവിടെ ID എടുക്കാൻ പറയുമ്പോൾ LIC-കാർ വരുന്ന മാതിരി ഒരു ഓട്ടുണ്ട്. ആർസിമിന്റെ ആള് വരുന്നു, ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞു കേട്ടാ, ആൾ ID ഇടിപ്പിക്കാൻ വരുന്നതാ. ഓടുന്ന ആളുകൾ ആർസിം പറയുമ്പോ ഇതെന്തിനു ഓടുന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ പല ആളുകൾ ഇങ്ങനത്തെ മീറ്റിങ്ങിന് വരുമ്പോഴാണ് ഇതിനാണ് അല്ലേ ശകുന്തള എന്നെ ഓടിപ്പിച്ചിട്ടാണ്. ഞാൻ വിചാരിച്ചു ശകുന്തളയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ അമ്മായിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ മീറ്റിങ്ങിന് ചെന്നിരുന്നത്. അമ്മായിനെ മടക്കണ്ടല്ലോ എന്ന് കരുതി. പക്ഷെ അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് അമ്മായിക്ക് വേണ്ടിയുള്ള ബിസിനസ് അല്ല, ഇത് എനിക്ക് വേണ്ടിയുള്ള ബിസിനസ് ആണ് എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ തീരുമാനമെടുത്തത്. ഒരാളായത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് വന്ന ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കുക, ഇത് നിങ്ങളുടെ കുടുംബത്തിനെ പറ്റി ചിന്തിക്കുക. അപ്പോഴാണ് ആർസിം മനസ്സിലാവുള്ളൂ ഇത് കുടുംബമായിട്ട് ലിങ്കായിട്ടുള്ള പ്രവർത്തനം. കുടുംബത്തിനെ പറ്റി ചിന്തിക്കണം. കുടുംബത്തിനോട് സ്നേഹമുള്ള ആൾക്ക് മാത്രമാണ് ആർസിമിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്ലാവിൻ്റെ ഇല മറച്ചിടുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ.
കുടുംബത്തിനോട് സ്നേഹമില്ലാത്ത ആളുകൾക്കൊന്നും RC മനസ്സിലാവൂല, ഏറ്റെടുക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുടുംബത്തിനോട് സ്നേഹമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതാണ് എൻ്റെ ധാരണ. ആ ധാരണ നിങ്ങൾ തെറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് ജോയിൻ ചെയ്യണോ വേണ്ടെന്ന് നിങ്ങളുടെ തീരുമാനമാണ്. ജോയിൻ ചെയ്താൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസിനാണ് നമുക്ക് സാധനം കിട്ടുക. ഈ 331 ആട്ട മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ വില കുറവാണ്. ഇനി ഈ 331 ആട്ട 260 രൂപ കിട്ടുന്നുണ്ടെങ്കിലോ? സാറേ, സുമേഷ് സാർ കേൾക്കണം. ഈ 331 ആട്ട പരസ്യം കണ്ടുള്ള ആട്ട എത്ര കാശിന്? 365. അതേ കാര്യം നടക്കാൻ അതിനേലും ഗുണമുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങള് 260 രൂപ കൊടുത്ത് ആ കാര്യം നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ പ്രൊഡക്റ്റിന്റെ വില വ്യത്യാസം മാത്രം മതി RC മനസ്സിലാവാൻ. അധികം പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ഒരു 5-6 ഉൽപ്പന്നത്തിന് ഇത് പറയാം. ഈ ചന്ദനത്തിരി 5 രൂപ കിട്ടും. ചില ആളുകൾ ഉള്ളിൽ ചിരിക്കുക, ഇക്ലിയൊന്നും ആക്കേണ്ടത് കേൾക്കുമ്പോ ഏത് തന്നെ ചിരി വരും. ഇത്ര നാള് ഞാൻ 10 രൂപ കൊടുത്ത് ചന്ദനത്തിരി മേടിച്ചുകൊണ്ടിരിക്കുന്നത് നേർ പകുതി വിലക്ക് ഇത് കിട്ടുന്നു. എത്ര കാലം? ജീവിതകാലം മുഴുവൻ. ഇനി നമ്മുടെ ചടങ്ങിനും അത് ഇതന്നെ മേടിക്കാം. അപ്പോഴും പിള്ളേർക്ക് പൈസ കിട്ടും. ARC ഫുഡ് RC കൈയടിച്ചോ ഇത് എന്തെങ്കിലും ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് ഇന്ന് തുടങ്ങി വെച്ചാൽ അപ്പൊ പിള്ളേർ അല്ലെങ്കിൽ 10 രൂപ എന്ന ചന്ദനത്തിരി മേടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നോക്കാം. കുളിക്കുന്ന സോപ്പ് 39 രൂപ കിട്ടുന്നു. എവിടെ? ഡോവ് പിയേഴ്സ് ഒക്കെ 70 രൂപ കൊടുത്ത് കരക്കാരെ നമ്മൾ നന്നാക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ഈ വിലക്ക് കിട്ടുന്നു. അതുമാതിരി പേസ്റ്റ് 53 രൂപയ്ക്ക് കിട്ടുന്നു. പേസ്റ്റ് 17 രൂപ വില കുറവിന് ജോയിൻ ചെയ്താൽ. അതുകൊണ്ട് ജോയിൻ ചെയ്യരുത് കേട്ടോ. ജോയിൻ ചെയ്യാത്ത ആളുകൾ ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ 17 രൂപ കുറവിന് കിട്ടും. അതുകൊണ്ട് കുളിക്കുന്ന എന്താണ് ഇവിടെ പേസ്റ്റ്, ഹെർബൽ പേസ്റ്റ് 43 രൂപ കിട്ടും. ഡിഷ് വാഷ് ലിക്വിഡ് 102 രൂപ കിട്ടും. പ്രില്ല് എക്സോ ഒക്കെ പരസ്യം കണ്ട് നമ്മൾ മേടിക്കുമ്പോൾ അവിടെ നമ്മൾ 475 മില്ലിക്ക് പോടും. അവിടെ ഇത്ര വില കൊടുക്കേണ്ടി വരുമ്പോൾ ഇവിടെ നോക്കൂ 102 രൂപയ്ക്ക് എത്രയാ? 23 രൂപ വില കുറച്ച് വീണ്ടും നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടുന്നു. അതുമാതിരി തന്നെ ഇവിടെ ലാസ്റ്റ് എന്താണ്? തവണ എന്താണ്? ഷാമ്പു 63 രൂപയ്ക്ക് കിട്ടുന്നു. അതുമാതിരി തന്നെ ഓയിൽ നോക്കൂ. ഓയിൽ എത്രയാ? 198. ഉറപ്പിച്ച് പറയും 193 രൂപ അല്ല 193 രൂപ കിട്ടുന്നു. നോക്കൂ, മാർക്കറ്റില് ഏറ്റവും നല്ല എന്താണ് ഓയിലുകൾ നമ്മൾ വാങ്ങിച്ചു ഉപയോഗിക്കും. ഇത്ര വില കൊടുക്കുമ്പോൾ 6 ദേശീയ അവാർഡ് കിട്ടിയുള്ള തവണെണ്ണ ഇവിടെ 193 രൂപ കിട്ടുന്നു. നോക്കൂ, ഒരു 5-6 ഉൽപ്പന്നത വില വ്യത്യാസം എത്രയാണ് സാറേ അവിടെ? 760. അതായത് ജോയിനിങ് ID ഇല്ലാതെ മേടിച്ചോണ്ടിരുന്ന ഒരാൾക്ക് 961 രൂപ വരേണ്ട സ്ഥാനത്ത് ID എടുക്കുന്ന ആൾക്ക് 760 രൂപയ്ക്ക് ഈ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപ വില വ്യത്യാസം ID എടുക്കുന്ന ആൾക്ക്? 201 രൂപ വില വ്യത്യാസം. നോക്കൂ, 366 ആദ്യത്തെ, അതിൻ്റെ കൂടെ 201 7 567 രൂപ വില കുറവിന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ബ്രാൻഡ് ഒന്ന് മാറി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന നേട്ടം കണ്ടു. അതിനൊരു ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടാനുള്ള ജോയിൻ ചെയ്തുള്ള അവസരം കണ്ടു. അങ്ങനെയാണെങ്കിൽ അല്ലെ RCയിൽ ജോയിൻ ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ? ഇതേപോലെ 5000-ൽ പരം പ്രോഡക്റ്റ് ഉണ്ട്. ക്ലിയർ ആയോ? ഒരു മാസത്തെ കണക്കെടുത്താൽ ചെലവ് എവിടെ പോവും? ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, നമ്മൾ പൊതുമാർക്കറ്റിൽ ഒരു 5000 രൂപ മുടക്കി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണോ ചീത്തയാണോ ആരോഗ്യദായകമാണോ ഇന്ത്യനാണോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിത ചെലവ് നേർ പകുതിയാക്കി ചുരുക്കാനുള്ള ഒരു സൂത്രവാക്യമാണ് RCM. അതുകൊണ്ട്